ഹായ്, വെൽക്കം ടു കുൽ സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ. ഒക്ടോബർ 28 നിഫ്റ്റി 50 ട്രേഡിംഗ് അനാലിസിസ്. കുൽ സ്റ്റോക്ക് SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസിലോട്ട് പോകാം. യെസ് അഷിത, ഇന്ന് 28-ാം തീയതി എക്സ്പയറി ഡേ. അതെ, ഇന്നത്തെ ട്രേഡിൻ്റെ എങ്ങനെയാണ് ഇന്നെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം ടേബിൾ പറയുന്നത്? ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നല് സ്ട്രോങ് ആണ്. സീറ്റ സിഗ്മ വോളിയം മൂന്നും പോസിറ്റീവ് ആണ്. യെസ്, ഇന്ന് മൂന്നും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടേബിളിൽ ഇപ്പോൾ ഉള്ള റീഡിംഗ് വെച്ചിട്ട് മാർക്കറ്റിൽ സി വരാനാണ് ഇന്നത്തെ സാധ്യത. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. യൂഷ്വലി എല്ലാ ദിവസവും പറയുന്ന പോലെ കുൽ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യമാണ്, എല്ലാ 3 മിനിറ്റിലും ഒരു കാൻഡിൽ യെല്ലോ ആയി മാറും. യെല്ലോ ആയി മാറുന്ന കാൻഡിൽ മാർക്കറ്റിന് റീഡ് ചെയ്യുന്ന കാൻഡിൽസ് ആണ്. എവറി 3 മിനിറ്റ്സിൽ ആ കാൻഡിൽ മാർക്കറ്റിന് റീഡ് ചെയ്തിട്ട് നമുക്ക് കൃത്യം 9:29 കാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിഗ്നൽ തരും. ആ സിഗ്നലിന്റെ പേരെന്താണ്? അൽഫ സിഗ്നല് തരും. അൽഫ സിഗ്നല് 9:29 കാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിഗ്നല് വരും. ആ സിഗ്നല് കൺഫേം ആവുന്ന എപ്പോഴാണ്? ആ കാൻഡിൽ ക്ലോസ് ആവണം. 9:29 കാൻഡിൽ സ്റ്റാർട്ടായി 9:30 അത് ക്ലോസ് ആവുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് മാർക്കറ്റിന് റീഡ് ചെയ്തിട്ട് ആണ് ആ സിഗ്നൽ നമുക്ക് തരുന്നത്. അപ്പം 14 മിനിറ്റ് 55 സെക്കൻഡ് ആയാലും അത് ശരിയല്ല. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു വെയിറ്റ് അപ് ടു 9:30. 9:30ക്ക് ആ കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന സസ്റ്റെയിൻ ആവുന്ന ലേബിൾ ഏതാണ്, ആ ലേബിളിൽ ഏതാണ് സ്ട്രൈക്ക് പറയുന്നത്, അതാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. ഇപ്പം സമയം എത്രയായി? 9:26 ആവുമ്പോഴേക്ക് മാർക്കറ്റിൽ ഈ ടേബിളിൽ വന്ന ഒരു മാറ്റം എന്താണ്? വോളിയം കുറഞ്ഞ് വോളിയം നെഗറ്റീവിലേക്ക് പോയി. ബാക്കി ട്രെൻഡും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോവും പവർ ഓഫ് കൺട്രോളും സിഗ്നലിന്റെ സ്ട്രെങ്ത്തും സീറ്റിയും സിഗ്മയും എല്ലാം ബുള്ളിഷാണ്, എല്ലാം ഗ്രീനിഷ് ആണ്. പക്ഷെ വോളിയം ഡ്രോപ്പ് വന്നു. വോളിയം ഡ്രോപ്പ് വന്നാൽ നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആവണം. ഇങ്ങനത്തെ ടേബിൾ റീഡിംഗ് നേരത്ത് നമ്മൾ ഇന്നലെയും മിനിയാന്നും ഒക്കെ കണ്ടിട്ടുണ്ട്. വോളിയം ഡ്രോപ്പ് വന്നാൽ മേലോട്ടേക്കുള്ള ആ ഫ്ലോ ഒന്ന് സ്പീഡ് കുറയും. നമ്മൾ ഇതുവരെ ഉള്ള മാർക്കറ്റിന്റെ ആ ഫ്ലോ തന്നെ ആയിരിക്കണം എന്നില്ല മുന്നോട്ടുള്ള 5-10 മിനിറ്റ്. എന്നാലും ഇതെല്ലാം ബുള്ളിഷ് ആയതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് 12% ആയതുകൊണ്ട് 12% ഇത് ഹിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. നിയർലി 75%, നിയർലി 80% അടുത്ത് അത് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. സ്കോർ 3-2 അതാ പറഞ്ഞ. അപ്പോൾ സ്കോർ 3-2 വോളിയൂമും കുറവാകുമ്പോൾ നമ്മൾ ആ ഇൻഡിക്കേറ്റർ പറയുന്ന ടാർഗറ്റിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നതാണ് റൈറ്റ് ട്രേഡ്. നോക്കാം ഏതാ സിഗ്നൽ വരുന്നത് നോക്കാം. 9:29 കാൻഡിൽ ഫോം ചെയ്യണം. 9:29 കാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇവിടെ സീറ്റ ഇടക്ക് ഒന്ന് റെഡ് ആയിട്ടുണ്ട്, പിന്നെയും ഗ്രീനിലേക്ക് തന്നെ പോയി. അപ്പോൾ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് കുറേശ്ശെ കുറഞ്ഞ് വരികയാണ്. 9:29 കാൻഡിൽ സ്റ്റാർട്ട് ആവട്ടെ. വന്നു. 9:29 കാൻഡിൽ വന്നപ്പം ഫസ്റ്റില് ഒരു സിഗ്നൽ വന്നത് സി ആണ് ഇവിടെ കാണുന്നത്. ലൈവ് മാർക്കറ്റിൽ അത് പിയും വന്നിരുന്നു, പിന്നെ സി വന്ന്, പിന്നെ പി വന്ന്, പിന്നെ സിയിലാണ് അത് ക്ലോസ് ആയത്. അതുകൊണ്ടാണ് ഈ കാൻഡിൽ ക്ലോസ് ആവണം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത പല ആൾക്കാർക്കും തുടക്കത്തിൽ 9:29 കാൻഡിൽ ഫോം ചെയ്തപ്പം തന്നെ ആ പോയിന്റ് തന്നെ പി കണ്ടപ്പം ചാടി അത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുക്കരുത്. കാൻഡിൽ ക്ലോസ് ആവാൻ കാത്തിക്കണം. ക്ലോസ് ആയ ശേഷം അടുത്ത കാൻഡിൽ ഫോം ചെയ്യുന്നിടത്താണ് ഇത് നമുക്ക് സസ്റ്റെയിൻ ആയിട്ട് കൺഫേം ആവുക. ഇപ്പം 26,000 സി വന്നു. 26,000 സിന്റെ സ്ട്രൈക്കാണ് ഇപ്പോൾ ഇടേണ്ടത്. ആ സ്ട്രൈക്ക് ഇടുന്നതിന് മുമ്പ് ഇപ്പോഴും ടേബിളിൽ
നേരത്തെ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. വോളിയമാണ് ഡ്രോപ്പ്, ബാക്കി എല്ലാം ബുള്ളിഷാണ്. നമുക്ക് സ്ട്രൈക്ക് ഇട്ട് നോക്കാം. സ്ട്രൈക്കിൽ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പണായി, സ്ട്രൈക്ക് മുന്നോട്ട് പോവുകയാണ്. ഓപ്പണായി, ഓപ്പൺ ആവുന്ന നേരത്ത് ഇതിലെന്താ ബുള്ളിഷ്, ട്രെൻഡ് ബെയറിഷ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്. പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്. സ്ട്രെങ്ത് മീഡിയം. ഏത് സ്ട്രെങ്ത്? ഈ സ്ട്രൈക്കിന്റെ സിഗ്നൽ സ്ട്രെങ്ത്. ഈ സ്ട്രൈക്കിന്റെ സിഗ്നൽ സ്ട്രെങ്ത് മീഡിയം ആണ്. മാർക്കറ്റ് എന്താണ്? സൈഡ് വേസ് ആണ്. സ്കോർ എത്രയാ? 3/3. മൂന്നിൽ സിഗ്മ വോളിയം ഇത് മൂന്നും ഉണ്ട്. മൂന്നിൽ മൂന്നും സ്കോർ ഇതിലുണ്ട്. ഇതിൽ പ്ലസ് ആയി ഇപ്പം കാണുന്നത് എന്താണ്? ഈ ഇപ്പത്തെ മാർക്കറ്റ് റീഡിങ്ങിൽ 9-16, 9-17, 9-18, ഈ 9-16 ഇന്ന് കാലത്ത് ഈ 26,000 CE സ്ട്രൈക്കിൽ നമുക്ക് പോസിറ്റിവിറ്റി കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷാണ്. വോളിയം ഉണ്ട്. ചെറിയൊരു മൈനസായി നിൽക്കുന്നത് സ്ട്രെങ്ത് വീക്ക് അല്ല, മീഡിയം ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. നമുക്കിപ്പോൾ സമയമുണ്ട്, 9-16 ആയിട്ടേ ഉള്ളൂ. അവിടെ നമ്മൾ ഇൻഡെക്സിൽ കണ്ടത് 9-29 സിഗ്നലാണ്. 9-29 ഇത് വന്നത്. അപ്പോൾ 9-29 ഈ സ്ട്രൈക്കിലെ കാൻഡിൽസ് 9-29 വരുമ്പോൾ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് കാട്ടുന്നത് നോക്കണം. 9-19 ആയപ്പം എന്തായി? ട്രെൻഡ് ബെയറിഷ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബെയറിഷ് ആണ്. പവർ ഓഫ് കൺട്രോൾ ബെയറിഷ് ആണ്. സ്ട്രെങ്ത് വീക്കായി. വോളിയം ഉണ്ട് ഇതില്. സീറ്റയും സിഗ്മയും നെഗറ്റീവ് ആണ്. ഇതിൽ ആകെ ഇപ്പം പോസിറ്റീവ് എന്താണ്? വോളിയം മാത്രമേ. വോളിയം ഉണ്ട്. വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ 9-19 ആയിട്ടേ ഉള്ളൂ. മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താവും നോക്കുക. 9-19, 9-20 സ്കാനിങ് കാൻഡിൽ, 21, 22, 23, 23 ഒക്കെ ആവുമ്പോഴേക്ക് മെല്ലെ മാറി തുടങ്ങി. ഇടയ്ക്ക് ഇത് ഗ്രീൻ ആവുന്നുണ്ട്, പിന്നെ വോളിയം പോകുന്നുണ്ട്. ഇപ്പോൾ വോളിയം വരുന്നുണ്ട്, വോളിയം പോകുന്നുണ്ട്. നമുക്ക് 29 വരെ വെയിറ്റ് ചെയ്യണം. 9-29 സിഗ്നൽ വന്നു. സിഗ്നൽ വന്നപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്. സീറ്റ പോസിറ്റീവ് ആണ്. പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്. സ്ട്രെങ്ത് വീക്ക് ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സ്കോർ 1/3. വോളിയം ഇല്ല. വോളിയം സിഗ്മയും നെഗറ്റീവ് ആണ്. അപ്പൊ ഇനി അടുത്ത മിനിറ്റിൽ ഇപ്പൊ നമുക്ക് ട്രേഡ് എത്രയ്ക്കാ ഇതിൽ എൻട്രി? 71. ടാർഗറ്റ് എത്രയാ? 80. സ്റ്റോപ്പ് ലോസ് 62. അപ്പൊ 70 ഇപ്പൊ എത്തിയോ? ഇല്ല. നമുക്ക് എടുക്കേണ്ട പ്രൈസിലേക്ക് ഇപ്പൊ അടുത്ത കാൻഡിൽ 30 ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാൻഡിലും നമുക്ക് എടുക്കേണ്ട പ്രൈസിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ അടുത്ത കാൻഡിലിൽ എന്താവും? ഓർഡർ എക്സിക്യൂട്ട് ആവോ? എക്സിക്യൂട്ട് ആയി. ആ കാൻഡിലിൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് 9:31 ബൈയിങ് പ്രൈസിൽ എത്തുന്നത്. 9:31 ബൈയിങ് പ്രൈസിൽ എത്തിയപ്പം എന്ത് സംഭവിച്ചു? വോളിയം ഉണ്ട്. പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്. സീറ്റ പോസിറ്റീവ് ആണ്. സ്കോർ എന്തായി? അപ്പം 2/3 ആയി. നേരത്തെ 1/3 ആയിരുന്നു, ഇപ്പം 2/3 ആയി. 2/3 പ്ലസ് വോളിയം ഉള്ളത് കൊണ്ട് ഇതിൽ സാധ്യത ഉണ്ട്. പക്ഷെ ഇൻഡെക്സ് വെച്ചിട്ട് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധ്യത ഉണ്ട്. സ്ട്രൈക്കിലേക്ക് വരുന്നേരത്തും അത് ഉണ്ടെങ്കിലും ട്രെൻഡ് ബാരിഷ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് എക്സിക്യൂട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്യണം. അതിൻ്റെ മേലേക്ക് പോവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ടായി. നമ്മൾ ബൈ പ്രൈസ് 71 ആയിരുന്നു. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് ഡയറക്റ്റ് പോയിട്ട് ടാർഗറ്റ് ഹിറ്റായി. ഇപ്പൊ ഇത് മേലേക്ക് പോയല്ലോ. നമ്മളുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 80 ഹിറ്റായി. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര വരെ പോയി? 107 കടന്ന് 107.70 അടുത്ത് വന്നു. ആ നേരത്തെ നമ്മൾ തോന്നാണ്, അയ്യോ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യരുതായിരുന്നു, വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത് തെറ്റാണ്. നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ ചെയ്യേണ്ടത്
എല്ലാ ദിവസവും ഇൻഡിക്കേറ്റർ പറയുന്ന പ്രൈസിൽ ബൈ ചെയ്യുക. ഇൻഡിക്കേറ്റർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ടാർഗറ്റ് ഇട്ട് വെക്കുക. അവിടുന്ന് എക്സിറ്റ് അടിക്കുക. അതെ. പിന്നീട് ഇത് മേലോട്ട് പോകുന്നത് ഇന്ന് പോയിക്കോട്ടെ, നമുക്ക് നാളെയും ട്രേഡ് ഉണ്ട്, മറ്റന്നാളും ട്രേഡ് ഉണ്ട്. ഓരോ ദിവസവും 12% വീതം ബുക്ക് ചെയ്താൽ നമ്മൾ എൻഡ് ഓഫ് ദ മന്ത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ. ഇത് നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കുക എന്താവും. ഇതിപ്പോൾ മേലേക്ക് പോയല്ലോ. ഇൻഡെക്സിൽ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത ക്യാൻഡിൽ വന്ന് അവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയില്ല, നമ്മൾ സ്ട്രൈക്കിൽ കണ്ടതാണ്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഇതാ ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയി, ഈ ക്യാൻഡിൽ ടാർഗറ്റ് ഹിറ്റായി. ഈ ഇൻഡിക്കേറ്ററിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ട്രേഡിൽ ഉള്ളപ്പം ക്യാൻഡിലിന്റെ കളർ വാരി ആയിരിക്കും. നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ കളർ മാറും. യെസ്, എക്സാക്ട്ലി. നമ്മളുടെ ഓർഡർ, നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ, നമ്മളെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആ കളർ രണ്ടാമതും ഗ്രീൻ തന്നെയാവും ക്യാൻഡിലിന്റെ. ഇപ്പം നേരത്തെ നമ്മൾ സ്ട്രൈക്കിൽ കണ്ട പോലെ ഇവിടേക്ക് മേലേക്ക് കണ്ടിരുന്ന് 107 വരെ വന്നിരുന്ന് അവിടെ ബുക്ക് ചെയ്യാം, ഇവിടെ ബുക്ക് ചെയ്യാണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയാൽ എന്ത് സംഭവിക്കും? റിസ്ക് ആണ്. അങ്ങനെ ട്രേഡ് ചെയ്യരുത്. ഒരു ഇൻഡിക്കേറ്ററിനെ നമ്മൾ വിശ്വസിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ പറയുന്നത് പോലെ ചെയ്താൽ കുറച്ചും കൂടി സേഫാണ്. നമ്മളുടെ കാൽക്കുലേഷൻ ശരിയാവണമെന്നില്ല, ഇനി ശരിയാവാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കരുത്. ഇപ്പൊ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്ക്, നമ്മളെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്ഥലത്ത് ബുക്ക് ചെയ്ത് നമ്മൾ അതിന്റെ ശേഷം മാർക്കറ്റ് പോകുന്ന കണ്ടില്ലേ, റിട്ടേൺ അടിക്കാണ്. എക്സാക്ട്ലി നമ്മളെ സ്ഥലം കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് കണ്ടില്ലേ, പിന്നെയും വീഴാണ്, മാർക്കറ്റ് വീണുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കഴിയുന്നതും അത് ആ പ്രോഫിറ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ നേരം ഹോൾഡ് ചെയ്യാണ്ട് അവിടുന്ന് എക്സിറ്റ് അടിച്ചാൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഇനി ഇതിൽ വേറെ ട്രേഡ് ഉണ്ടോ ഇന്ന്? ട്രെൻഡ് നോക്കാം. യെസ്, അൽഫ സിഗ്നല് എല്ലാ ദിവസവും കൃത്യം 9:29 വരുന്നത്. അത് കഴിഞ്ഞാൽ ഇത് അൽഫ കാൻഡിൽ ബേസ്ഡ് ഓൺ ടൈം ബേസ്ഡ് സിഗ്നലാണ്. പിന്നെ വരുന്നത് കുൾ സ്റ്റോക്ക് ട്രെൻഡ് എന്ന് പറയുന്ന സിഗ്നൽസ് ആണ്. അത് ടൈം ബേസ്ഡ് അല്ല, ട്രെൻഡ് ബേസ്ഡ് ആണ്. ട്രെൻഡിന് ബേസ് ചെയ്തിട്ട് സിഗ്നൽ വരും. യെസ്, ആ ട്രെൻഡിന് ബേസ് ചെയ്തിട്ട് സിഗ്നൽ വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് 10 മണിക്കും വരാം, 12 മണിക്കും വരാം, 1 മണിക്കും വരാം, 1:30ക്കും വരാം. പക്ഷെ 1:30 ശേഷം ട്രെൻഡ് ബേസ്ഡ് സിഗ്നൽ എടുക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. കാരണം മാർക്കറ്റ് ക്ലോസിങ്ങിനോട് അടുക്കാണ്. അപ്പം നമ്മൾ ട്രെൻഡ് ബേസ് അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ 1 മണി 1:30 മണി ലാസ്റ്റ് 1:30 മണീൻ്റെ ഉള്ളിലെങ്കിലും ട്രെൻഡ് ബേസ്ഡ് സിഗ്നൽ വന്നാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ബേസ് വന്നോ? 12:41 കുൾ സ്റ്റോക്ക് ട്രെൻഡ് വന്നോ? കുൾ സ്റ്റോക്ക് ട്രെൻഡ് വരുന്നേരത്ത് എന്താണ് മാർക്കറ്റിന്റെ സ്ഥിതി? ഫുൾ ബുള്ളിഷ് ആണ്. ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്, സീറ്റ ബുള്ളിഷ് ആണ്, സിഗ്മ ബുള്ളിഷ് ആണ്, വോളിയം ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ സ്ട്രോങ് ആണ്, എല്ലാം സ്ട്രോങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സാധ്യത ഉണ്ട്. ഉടനെ നമ്മൾ സ്ട്രൈക്ക് പോവുക. 25,900 CE സ്ട്രൈക്കിൽ ഇടുക. അത് ആ നേരം എവിടെയാണോ നമുക്ക് അവിടെ സിഗ്നൽ വന്ന സമയം എത്രയാന്ന് നോക്കുക. ആ സമയത്തിന് 12:41 സിഗ്നൽ വന്നത്. പക്ഷെ ട്രെൻഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ലേബിൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെയാണ് ബൈ ചെയ്യേണ്ടത്. ആ ബൈയിങ് പ്രൈസ് എത്രയാ? 67. ഇവിടെയാണ് ബൈ ചെയ്യേണ്ടത്. യൂഷ്വലി 12% ടാർഗറ്റ് ഇടുക. 12% 82.60 വന്ന് ഇവിടെ ഹിറ്റായി, ഹയസ്റ്റ് പോയി. നമുക്ക് 12% എന്ന് പറഞ്ഞാൽ ഇത് വരണ്ട, 75 വന്നാൽ മതി. പക്ഷെ ഇന്ന് ഹയസ്റ്റ് പോയത് 82.60 ആണ്. പക്ഷെ നമ്മൾ 67 വാങ്ങിയിട്ട് ഒരു 75 ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇതാണ് ട്രെൻഡ് ബേസ്ഡ് സിഗ്നലിൽ എടുക്കേണ്ടത്. അപ്പം ഒരു ദിവസം നമുക്ക് ഇന്ന് 2 ട്രേഡ് കിട്ടി. യൂഷ്വലി എവറി ഡേ മോർണിംഗ് എക്സാക്ട്ലി അറ്റ് 9:29 ടൈം ബേസ്ഡ് ആയിട്ടുള്ള അൽഫ സിഗ്നൽ വരും. അത് കഴിഞ്ഞാൽ 10:30 ശേഷം ഏത് നേരവും ട്രെൻഡ് ബേസ്ഡ് വരും. ട്രെൻഡ് ബേസ്ഡിന് വരുന്ന സിഗ്നലുകൾ ആ സിഗ്നൽ വന്നേ ആ മൂമെന്റിൽ തന്നെ പോയി എടുക്കരുത്. ആ ട്രെൻഡ് ബേസ്ഡ് സിഗ്നൽ അവിടെ സസ്റ്റെയിൻ ആവണം. അതിൻ്റെ അടുത്ത ക്യാൻഡിലിൽ ടോപ്പ് പോയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ ട്രേഡ് മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് പ്രോഫിറ്റ് ആയല്ലോ? ഓക്കെ, റൈറ്റ്, താങ്ക് യു. ഓക്കെ, നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.